ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു ടേസ്റ്റിയായ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിയായ കറിയാണ് കേട്ടോ. അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളെ കൊണ്ട് തന്നെയാണ്. നല്ലൊരു ടേസ്റ്റിയായ കറിയാണ്. തേങ്ങാപ്പാലൊക്കെ ചേർത്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് മാങ്ങ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് നല്ലൊരു മാങ്ങ കിട്ടിയാൽ നമുക്ക് ഒരു ദിവസത്തെ കറിയായി കേട്ടോ. നല്ലൊരു ടേസ്റ്റി കറി തന്നെയാണ്. ഒരു മാങ്ങ ഉണ്ടെങ്കിൽ നമുക്കൊരു കറിയായി. അപ്പം നല്ലൊരു ടേസ്റ്റിയായ കറിയാണ്. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മൺചട്ടിയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മൺചട്ടി നല്ലപോലെ കഴുകി തുടച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ നല്ലപോലെ ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് നല്ലൊരു വലുപ്പത്തിലുള്ള ഒരു സവോള തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ഇങ്ങനെ സ്ലൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചേർത്ത് കൊടുത്തു. ഒരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തു. ഒരു 2-3 പച്ചമുളക് നല്ലപോലെ കഴുകി തുടച്ച് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പും കൂടി ചേർത്ത് കൊടുത്തു. വീണ്ടും കുറച്ച് വെനീഗറാണ് കേട്ടോ ഒഴിക്കുന്നത്. ഒരു 1-1.5 ടീസ്പൂണ് വെനീഗർ. ഒരു പുളിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് വെനീഗറാണ് ഒഴിക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ വെനീഗറുണ്ട്. ആ വെനീഗറും കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് നല്ലപോലെ എല്ലാം കൂടി കൈകൊണ്ട് നല്ലപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ. ആ സബോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും വിനീഗർ ഒഴിച്ച് എല്ലാം നല്ലപോലെ കൈകൊണ്ട് 2-3 മിനിറ്റ് നല്ലപോലെ കൈകൊണ്ട് തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ. ഞാൻ പെട്ടെന്ന് നിങ്ങൾ നിർത്തി കാണിച്ചു. ഞാൻ 2-3 മിനിറ്റ് നല്ലപോലെ ഒന്നിങ്ങനെ തിരുമ്മി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് തിരുമ്മണം കേട്ടോ. നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് നല്ലൊരു മണമൊക്കെ വരും. നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് വയ്ക്കണം. നന്നായിട്ട് ഇതുപോലെ തിരുമ്മി ഇങ്ങനെ പിടിപ്പിച്ച് വെച്ചു കേട്ടോ. അതിനുശേഷം അതിലേക്ക് മസാലയൊന്നും ചേർത്തിട്ടില്ലല്ലോ. മസാല ചേർക്കണം. അതിനുവേണ്ടി 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അതിനുശേഷം 2 സ്പൂണ് മുളക് പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മല്ലിപ്പൊടി ഇതിൽ ചേർത്തില്ല. വേണമെങ്കിൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, കുഴപ്പമില്ല. ഞാൻ മല്ലിപ്പൊടി ചേർത്തില്ല. അതിനുശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് തിരുമ്മി പിടിപ്പിച്ച് വെക്കാം. നല്ലൊരു മണം നല്ലൊരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ തിരുമ്മി പിടിപ്പിച്ച് നമുക്കൊരു 2 മിനിറ്റ് ഇതങ്ങ് അടച്ച് വയ്ക്കാം കേട്ടോ. ആ മസാലയൊക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ട് 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അതിനുശേഷം ഞാനൊരു മാങ്ങ പൊട്ടിച്ച് കൊണ്ടുവന്നു കേട്ടോ. മൂവാണ്ട മാങ്ങയാണ്. നല്ലൊരു മാങ്ങ ഞാൻ ഇപ്പോൾ തന്നെ പൊട്ടിച്ച് കൊണ്ടുവന്നതാണ്. അതിൻ്റെ ചുണയൊന്നും പോയിട്ടില്ല. അത് നല്ലൊരു മാങ്ങ തന്നെയാണ്. ഏറ്റവും വലിയ മാങ്ങ നോക്കി ഞാൻ പൊട്ടിച്ചു. കുറച്ച് മുകളിലായിരുന്നു. വലുത് നോക്കി മാങ്ങ ഞാൻ പൊട്ടിച്ചെടുത്തു. അതിൻ്റെ തൊലിയൊക്കെ കളയാണ് കേട്ടോ. തൊലിയൊക്കെ കളഞ്ഞ് നമുക്കതിനെ കഷ്ണങ്ങളാക്കി ഇങ്ങനെ നുറുക്കിയെടുക്കണം. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മാങ്ങ നല്ലപോലെ ചെനച്ചു കേട്ടോ. ചെനച്ച മാങ്ങയാണ്. ചെനച്ചാലും കുഴപ്പമൊന്നുമില്ല. നല്ലോണം മൂത്താൽ മതി. ചെനന്തപ്പോൾ നല്ലോണം പോലെ ഒന്ന് ചെനച്ചു, കുഴപ്പമില്ല. അതിന് നമുക്കൊന്ന് നുറുക്കി കഷ്ണങ്ങളാക്കാം. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ നുറുക്കുന്നത്. സാധാരണ മാങ്ങ നുറുക്കുന്ന മാതിരി ഇങ്ങനെ നുറുക്കിയതാണ്. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി മാങ്ങ ഞാൻ എല്ലാം അങ്ങനെ നുറുക്കി കേട്ടോ. കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കിയത്. ഇനി മാങ്ങ നമുക്ക് മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. മൺചട്ടിയിൽ നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായില്ലേ. ആ സബോളയും മസാലകളൊക്കെ നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. കുറച്ച് നേരം അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. അതിലേക്ക് നമ്മൾ നുറുക്കി വെച്ചിരുന്ന മാങ്ങയും കൂടിയും ചേർത്ത് കൊടുക്കുക. എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കുക കേട്ടോ. ആ മാങ്ങയിലേക്ക് ആ മസാലകളൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കുറച്ചൊരു മീഡിയം സൈസ് തേങ്ങ ചിരകി 2-ാം പാൽ, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2-ാം പാൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പാല് പിഴിഞ്ഞതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒരു തേങ്ങയുടെ 2-ാം പാൽ, ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്ത 2-ാം പാലും കൂടിയും
ഒഴിച്ച് കൊടുത്ത് നമുക്കതിനൊന്ന് വേവിച്ചെടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കറി അടുപ്പത്ത് വെച്ചു, ഇത് തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിള വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. കറിവേപ്പില നേരത്തെ ഇട്ടതാണ്. പിന്നെ കുറച്ചും കൂടി 5-6 കറിവേപ്പിലയും കൂടി ഞാൻ ഇട്ട് കൊടുത്തു. നല്ലപോലെ കറി തിളച്ചു. ജസ്റ്റ് നമുക്കൊന്ന് മാങ്ങയുടെ കഷ്ണമൊന്നും ഉടയാതെ കണ്ട് പതുക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ആ കഷ്ണങ്ങളൊന്ന് പതുക്കെ ഒന്ന് വെന്ത് കിട്ടണം. നല്ലപോലെ തിളച്ചു കറി കേട്ടോ. നല്ല പോലെ തിളച്ച് കറി പാകാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു മാങ്ങ കഷ്ണം എടുത്ത് നമുക്ക് നോക്കാം മാങ്ങ കഷ്ണം വെന്തിട്ടുണ്ടോയെന്നത്. മാങ്ങ കഷ്ണമൊക്കെ നല്ലപോലെ വെന്തു കേട്ടോ. കൈ കൊണ്ട് ഇങ്ങനെ ഞെക്കി നോക്കിയപ്പോൾ നല്ലപോലെ കഷ്ണങ്ങളൊക്കെ വെന്തു. തേങ്ങാപ്പാലിൽ കിടന്ന് എല്ലാം നല്ലപോലെ വെന്തു കുറുകി പാകമായി. അതിനുശേഷം നമ്മൾ ആദ്യത്തെ പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഒട്ടും വെള്ളം ചേർക്കാണ്ട് തേങ്ങ ചിരകി ഒട്ടും വെള്ളം ചേർക്കാതെ ആദ്യത്തെ പാല് വച്ചിട്ടുണ്ടായിരുന്നു. ആ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഗ്യാസ് ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. മൺചട്ടിയല്ലേ, മൺചട്ടിയിൽ കിടന്ന് അത് പാകമായിക്കോളും. അതിനുശേഷം നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി നമുക്ക് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ആദ്യത്തെ പാലൊഴിച്ച് കറിയൊക്കെ നല്ല പാകമായി കിടക്കണം കേട്ടോ. അതിലേക്ക് നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇതിലേക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റി കറിയാണ് കേട്ടോ. ഒരു മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് കറിയായി. ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ളൊരു മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കറിയൊക്കെ ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ലൊരു ടേസ്റ്റി കറിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.